നമസ്കാരം. ഇന്ന് പടവുകളിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ എം മോഹനൻ മാഷാണ്, കുലിക്കിളിയാട്. മാഷേ നമസ്കാരം. മാഷയുടെ ഈ SVAUP സ്കൂളിലെ ഏടുമാഷാണ് മാഷ്. മാഷയുടെ ഈ പ്രവർത്തനങ്ങൾക്കുള്ള മികവിനാണ് കേരള സർക്കാരിൻ്റെ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയെടുത്തത്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? കുലിക്കിളിയാട് SVAUP സ്കൂളിൽ നടക്കുന്ന വേറിട്ട കുറേ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ അവാർഡിനെ കാണുന്നത്. സംസ്ഥാനത്ത് മറ്റു പല സ്കൂളുകളിൽ നടക്കാത്ത കുറേ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുലിക്കിളിയാട് SVAUP സ്കൂളിൽ നടക്കുന്നുണ്ട്. സ്നേഹപ്രാതല്, വിമുക്തി, കാരുണ്യ തുടങ്ങി മറ്റു പല സ്കൂളുകളിലും നടത്താത്ത വേറിട്ട കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഈ ഒരു അവാർഡിനെ കാണുന്നത്. അപ്പോൾ ഈ സ്നേഹപ്രാതൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? സ്നേഹപ്രാതൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് ഭക്ഷണം. രാവിലെ ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുറേ കുട്ടികൾ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ സ്കൂളിൽ എത്തുന്ന കുട്ടികളുണ്ട്. അസംബ്ലിയൊക്കെ നടത്തുമ്പോൾ പല കുട്ടികളും തലകറങ്ങി വീഴുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് പുതിയിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളിൽ വരുന്നത്. അത് എല്ലാവരും ഇല്ലായ്മ കൊണ്ടല്ല. മദ്രസ പഠനത്തിന് പോകുന്ന കുട്ടികളുണ്ട്, നേരത്തെ വീട്ടിൽ നിന്ന് പോകും. പിന്നെ അവർക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വരുന്നതിനുള്ളൊരു സാവകാശമില്ല. അപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നത് ഭക്ഷണമേ ഉള്ളൂ. അവർ നേരെ പുസ്തക സഞ്ചി എടുത്ത് സ്കൂളിലെത്തും. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ബസ് ഒരു 8:15 മുതൽക്കൊക്കെ തുടങ്ങും. അപ്പോൾ രാവിലെ നേരത്തെ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾക്കും ശരിയായ രീതിയിൽ അവർക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാൻ കഴിയാറില്ല. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം കുട്ടികൾ പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളുകളിൽ എത്തുന്നത്. അവരുടെ മുമ്പിൽ പിന്നെ ഏത് പഠന രീതി ഉപയോഗിച്ച്, അധ്യയന രീതി ഉപയോഗിച്ച് പഠിപ്പിച്ചാലും വിശപ്പാണല്ലോ. അപ്പോൾ വിശക്കുന്ന വേറിന് മുമ്പിൽ മറ്റേത് അധ്യാപന മാധ്യമം ഉപയോഗിച്ചായാലും നമുക്കതിന് പരിമിതികളുണ്ടാവും. ഇതിൽ നിന്നാണ് ഞങ്ങൾ സ്നേഹപ്രാതലിനെ കുറിച്ച് ആലോചിച്ചത്. 2016 കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ തൊട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഈ ഒരു പദ്ധതി നടപ്പായി. അന്ന് മുതൽക്കാണ് നടപ്പായത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ ഉണ്ണിയേട്ടനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ശ്രീ പി ഉണ്ണി MLA ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. സ്കൂളിലുള്ള എല്ലാ ദിവസവും കുട്ടികൾക്ക് സ്നേഹപ്രാതൽ കൊടുക്കുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 9:30 മണി വരെയാണ് സ്നേഹപ്രാതൽ വിളമ്പുന്നത്. അത് കുട്ടികൾക്ക് ഒന്നുകിൽ ഇഡ്ഡലി സാമ്പാറും അല്ലെങ്കിൽ പുട്ടും കടലയും. ഇതാണ് വളരെ നല്ല ഭക്ഷണമാണ്. ഇതാണ് കൊടുക്കുന്നത്. ഒരു 450 മുതൽ 500 വരെ കുട്ടികൾ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. സ്കൂളിലാകെ 844 കുട്ടികളുണ്ട്. എല്ലാ കുട്ടികൾക്കും നല്ല സ്ട്രെങ്ത് ആണ്. അതെ, എല്ലാ കുട്ടികൾക്കും ഇത് ആവശ്യമില്ല. ഒരു 9:30 മണിക്കൊക്കെ ശേഷം സ്കൂളിൽ എത്തുന്ന കുട്ടികൾ അവർ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കും ചെയ്യും. ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഒഴിഞ്ഞ വയറുമായിട്ട് ഒരു കുട്ടി ക്ലാസ് റൂമിൽ ഉണ്ടാവരുത് എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി വളരെ ഫലപ്രദമായി നടപ്പിലായി വരുന്നുണ്ട്. വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ? വിമുക്തി ഇപ്പോൾ ലഹരി മരുന്ന് അതാണോ ഉദ്ദേശിക്കുന്നത്? വിമുക്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ 5, 6, 7 ക്ലാസ്സുകളേ ഉള്ളൂ. 5, 6, 7 ക്ലാസ്സുകളാണ്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ പൊതുവെ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല, ഘട്ടത്തിലായിട്ടില്ല. പക്ഷേ ആ കുട്ടികൾ വളർന്നു വരുന്നൊരു സമൂഹമുണ്ട്. പ്രത്യേകിച്ചും അവരുടെ വീടുകളിൽ തന്നെ ധാരാളം പേർ ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചത്. സാധാരണഗതിയിലുള്ള ലഹരി വിരുദ്ധ ദിനങ്ങളും അതിൻ്റെ മാർച്ചുകളും ജാഥകളും ഒക്കെ നടക്കും. അതിൽ നിന്ന് വിപുലമായി ഇതെങ്ങനെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എങ്ങനെ നടപ്പാക്കാം എന്നത് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ കലാജാഥ ഇതിനൊരു മാധ്യമമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. സ്കൂളിൽ തന്നെ 25 കുട്ടികളടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കി. ഇതിനാവശ്യമായിട്ടുള്ള കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ നാടൻ പാട്ടുകളുണ്ട്, തെരുവ് നാടകങ്ങളുണ്ട്, സ്കിറ്റുകളുണ്ട്. ഇവയിലൂടെയാണ് ഈ ലഹരി വിരുദ്ധ സന്ദേശം
സമൂഹത്തിന് കൊടുത്തത്. അത് ഒരു ദിവസം നേരത്തെ തീരുമാനിക്കുന്ന ഒരു ദിവസം ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ ഫീഡിംഗ് ഏരിയയിൽ 12 കേന്ദ്രങ്ങളിൽ ആയിട്ട് ഈ ഒരു കലാജാഥ നടത്തണ്ടായി. രാവിലെ തുടങ്ങുന്ന കലാജാഥ വൈകിട്ടാണ് സമാപിക്കുക. ഓരോ കേന്ദ്രത്തിലും ഇതിൻ്റെ സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ച് അരമണിക്കൂർ ജനപങ്കാളിത്തത്തോടു കൂടി നല്ല ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി നടപ്പിലാക്കിയത്. അത് സമൂഹത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം നന്നായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ മുഖേന കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാന അധ്യാപകൻ എന്നുള്ളക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ഈ സഹപ്രവർത്തകരൊക്കെ വളരെ നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്തുണയൊക്കെ ഉണ്ടാവാറില്ലേ മാഷൊക്കെ? ഞങ്ങളുടെ വിദ്യാലയം ചെർപ്പളശ്ശേരി സബ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാലയങ്ങളിൽ ഒന്നാണ്. 5, 6, 7 ക്ലാസ്സുകളിലായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 844 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 32 സ്റ്റാഫും ഉണ്ട്. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അകമഴിഞ്ഞ പിന്തുണയാണ് സഹപ്രവർത്തകർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂട്ടായി ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് അത് എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് കൂടി ഒരു ധാരണ ഉണ്ടാക്കി PTA-യുമായി സഹകരിക്കും. PTA ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു PTA-ആണ്. ഞങ്ങൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ നന്നായി സപ്ലിമെന്റ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന PTA-ആണ്. PTA പ്രസിഡന്റ് PTA പ്രസിഡന്റ് ഇപ്പോൾ മുരളി മോഹൻ. ഇതിനു മുമ്പ് 2016 നേരത്തെ MT സുരേഷ് എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പോൾ സുരേഷായാലും മുരളി മോഹനായാലും അതേപോലെ തന്നെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഒന്നടങ്കം അധ്യാപകരോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നല്ല പിന്തുണയാണ് നൽകി വരുന്നത്. ഇതോടൊപ്പം തന്നെ OSA ഉണ്ട് അവിടെ, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ. അവിടെ 12,000-ലധികം പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ അടുത്തുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ച് തന്നെ ഞങ്ങളവരോട് സംസാരിച്ചു. നമ്മുടെ സ്കൂളിൽ ക്ലാസ്സിൽ ഫാനൊന്നുമില്ല, നമുക്ക് ഒരു ഫാന് കിട്ടിയാൽ അവർ ആ യോഗത്തിൽ വെച്ച് തന്നെ ആലോചിച്ച് ഓരോ ക്ലാസ്സിലും ഈ 2 ഫാൻ വീതം, അത് നല്ലൊരു മുന്നേറ്റം, 2 ഫാൻ വീതം ഓരോ ക്ലാസ്സിലും വെച്ച്. മാത്രമല്ല 25 ക്ലാസ് റൂമുകളും ഇലക്ട്രിഫിക്കേഷനും അവർ നടത്തി. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് മുമ്പ് തന്നെ അവരുടേതായിട്ടുള്ള സംഭാവന സ്കൂളിൻ്റെ ഈ ഭൗതിക കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുടെ നല്ല ശക്തമായ പിന്തുണ ഉണ്ട്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെ നല്ല സഹകരണം അവരുടെ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ നാട്ടിലൊരു യത്തീങ്കാന അവരാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സാധാരണ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയാൽ പിന്നെ അവരാരും കൂടി തിരിഞ്ഞു നോക്കാറില്ല. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടെ പിരിഞ്ഞു പോയിട്ടുള്ള അധ്യാപകർ അവരുടെ വലിയ കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ വിദ്യാലയത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2017 ഒരു ലൈബ്രറി സെറ്റ് ചെയ്തു തന്നു. അവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള വിരമിച്ച അധ്യാപകരുടെ ലൈബ്രറി, വായനശാല. അത് നന്നായി പുസ്തകങ്ങൾ, അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാൻ പാകത്തിലുള്ള ഏർപ്പാടുകൾ അതൊക്കെ ചെയ്തു തന്നു. അപ്പോൾ നമ്മൾ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗകര്യങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ അപ്പം നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ കാര്യത്തിലുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് PKCC MLA ആണ്. അദ്ദേഹം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ. അതെ, അദ്ദേഹം ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. ഷൊർണൂർ MLA പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. സ്കൂളിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഒക്കെ നല്ല പിന്തുണ ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതെ, അത് വല്ലാത്തൊരു ഇതാണ്, പ്രചോദനമാണ് തീർച്ചയായും. അതെ. പിന്നെ മാഷയുടെ വിദ്യാലയത്തിലൊരു കാര്യം പറഞ്ഞാൽ അസംബ്ലി കൃത്യമായി ചേരുകയും അതിന് ആ അസംബ്ലിയുടെ ഒരു രീതി എങ്ങനെ എല്ലാ വിദ്യാലയങ്ങളിലും ഉണ്ടാവാറുണ്ട്, എന്നാലും അസംബ്ലി പൊതുവേ എല്ലാ വിദ്യാലയങ്ങളിലും ഇപ്പം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ അസംബ്ലി ഒരു വേറിട്ട അസംബ്ലി തന്നെയാണ്. ആഴ്ചയിൽ ഞങ്ങൾ 4 ദിവസമാണ് കുട്ടികളെ അസംബ്ലിക്ക് വേണ്ടി ഗ്രൗണ്ടിൽ അണിനിരത്തുക. തിങ്കൾ മുതൽ വ്യാഴം വരെ. അതിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മലയാളത്തിലാണ് അസംബ്ലി നടക്കുക. ചൊവ്വാഴ്ച അറബി, ഉറുദു, സംസ്കൃതം, ഹിന്ദി, മറ്റു ഭാഷകളിലും ഉണ്ട്. ഈ 4 ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിൽ അതിങ്ങനെ റൊട്ടേഷൻ ആയിട്ട് വരും. ഒരു ഭാഷയിലാണ് നടക്കുക. സംസാരിക്കാറുണ്ടോ? എല്ലാ കാര്യങ്ങളിലും ആ ഭാഷയിൽ. ശരി. പ്രാർത്ഥന ഉൾപ്പെടെ, അതേപോലെ തന്നെ മറ്റേ കുട്ടികളെ സജ്ജീകരിച്ച് നിർത്തൽ ഉൾപ്പെടെ ഏത് ഭാഷയിലാണ് വെച്ചാൽ അതിലാണ്. ഇംഗ്ലീഷ് ആച്ച ഇംഗ്ലീഷ്, സംസ്കൃതം ആച്ച സംസ്കൃതം, ഏതാച്ചാ. ബുധനാഴ്ച ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതാത് ഭാഷകളിൽ കുട്ടികൾക്ക് അസംബ്ലി എങ്ങനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല പരിശീലനം ലഭിക്കും. മാത്രമല്ല ഓരോ ദിവസവും ഓരോ ഡിവിഷനാണ് അസംബ്ലി നടത്തുക. അസംബ്ലിയിലുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ ഓരോ ദിവസം ചുമതലപ്പെടുത്തും. ഓരോ ക്ലാസ് 5 ആണെച്ചാൽ നാളെ 5B 5C. അപ്പോൾ എല്ലാ ക്ലാസ്സുകാർക്കും
ഈ അസംബ്ലി കണ്ടക്ട് ചെയ്യുന്നതിനുള്ള അതെ ഒരു നേതൃത്വ പരിശീലനം, ഒരു വൈഭവം കിട്ടും. അതെ. മാത്രമല്ല അതാത് ഭാഷകളിൽ നന്നായി പരിപാടികൾ അവതരിപ്പിക്കുന്നുള്ള അവസരം നമ്മൾ കൊടുക്കും കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു വേറിട്ട അസംബ്ലിയായി ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കേരള സർക്കാർ പ്രൊഫസർ രവീന്ദ്രനാഥ് സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി സ്കൂളുകളെ മാറ്റുന്നു, സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജീകരിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ ഒരു മാറ്റം ഈ ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. മാഷുടെ കാഴ്ചപ്പാടുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പൊതുവിദ്യാഭ്യാസത്തിനെ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. ഇപ്പോൾ എൻ്റെ വിദ്യാലയത്തിൽ 2016 621 കുട്ടികളാണ്. ഇന്നത് 844. നല്ല വർധനവ്, 200. നല്ല വർധനവ് ഈ കാര്യത്തിൽ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, മുമ്പൊക്കെ പൊതുവിദ്യാലയങ്ങളെ അവജ്ഞയോടുകൂടിയാണ് വലിയ രീതിയിലുള്ളൊരു പ്രചരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കണ്ടിരുന്നത്, പൊതുസമൂഹം കണ്ടിരുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി എല്ലാ വിദ്യാലയങ്ങളും മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറി. ഹൈടെക് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്മാർട്ടായി വിദ്യാലയങ്ങൾ, സ്മാർട്ടായി വിദ്യാലയ അന്തരീക്ഷം സ്മാർട്ടായി. വിദ്യാലയം ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലേക്കാണ് കടന്നു വരുമ്പോൾ തന്നെ ഒരു നല്ല പൂന്തോട്ടമുണ്ട്. അതെ അതെ. ക്ലാസ് റൂമുകളിലൊക്കെ എന്നിട്ട് എല്ലാ ക്ലാസ് റൂമുകളിലും ആയിട്ടില്ല, പ്രൊജക്ടറുകൾ വെച്ച് ICT സാധ്യതയോട് കൂടിയിട്ട് കുട്ടികൾക്ക് പഠിക്കുന്നുള്ള സൗകര്യം ചാനലുകൾ. അപ്പോൾ അത്തരത്തിൽ എല്ലാ ICT സാധ്യതകളും ഒക്കെ ഉപയോഗപ്പെടുത്തി അതിനാവശ്യമായിട്ടുള്ള ലാപ്ടോപ്പും പ്രൊജക്ടറും ഒക്കെ സർക്കാർ തന്നെ തരികയാണ്. അതാണ് ഒരു പ്രത്യേകത. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും, നമ്മുടെ ക്ലാസ് റൂമുകളെ സ്മാർട്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും സർക്കാർ തന്നെ തരുന്നു. മാത്രമല്ല അധ്യാപകർക്ക് ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനവും നൽകുന്നു. കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണയും ഒക്കെ നൽകാൻ BRC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നല്ല ഇടപെടലുകൾ, ബ്ലോക്ക് റിസോഴ്സ് സെന്റർ, അതെ നല്ല ഇടപെടലുകൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ ഒരു ശുഭ സൂചകമാണ്. തീർച്ചയായും. ഈ അവാർഡ് ലഭിച്ചപ്പോൾ, സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ്. അത് വളരെ സന്തോഷം തോന്നിയ നിമിഷമാണല്ലോ. ഏറ്റവും അതെങ്ങനെ സ്വീകരിച്ചു മാഷ്? തീർച്ചയായിട്ടും അവാർഡ് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് തന്നെയാണ്. അതെ, സന്തോഷമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ അവാർഡ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു നേട്ടമേ അല്ല, മറിച്ച് എൻ്റെ വിദ്യാലയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, പൂർവ്വ അധ്യാപകർ, മാനേജ്മെൻറ്റ്, റോട്ടറി ക്ലബ്ബ് പോലുള്ള സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പിന്തുണ നൽകി, നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തൊക്കെ കഴിഞ്ഞ 3 വർഷവും ഒരു വർഷം ഒരു ഡൈനിങ് ഹാള് ഞങ്ങൾക്ക് നിർമ്മിച്ചു വന്നു. അരവിന്ദ മാഷ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാൻഡ് സെറ്റ് കഴിഞ്ഞ വർഷം, ഈ വർഷം ഇപ്പോൾ അതൊരു ടോയ്ലറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ നല്ല പിന്തുണ ഞങ്ങൾക്ക് മുന്നോട്ട് പോക്കിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാതിൻ്റെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് ഈ അവാർഡ്. അവരോടൊക്കെ ഒപ്പം നിൽക്കാൻ, അവരുടെ നേതൃത്വപരമായി തന്നെ അവരുടെ ഒപ്പം നിൽക്കാൻ ഈ കാര്യങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതോടൊപ്പം പറയാനുള്ളത്, ഞങ്ങൾ ഈ വക കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള വ്യക്തികളെ അവസരം കിട്ടുമ്പോഴൊക്കെ സ്കൂളിൽ കൊണ്ടുവരും. അതെ അതെ. ഇപ്പോൾ ഏറ്റവും അവസാനം IM വിജയൻ ഓണാഘോഷം ചെയ്ത് IM വിജയനാണ്. ഞങ്ങളുടെ PTA വൈസ് പ്രസിഡന്റ് അമീർ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അദ്ദേഹം ഈ സെവൻസ് ഫുട്ബോളും അത് ഈ എല്ലാ കളിക്കാരുമായിട്ട് നല്ല ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹം മുഖേനയാണ് വിജയൻ അവിടെ വന്നു. കുട്ടികൾക്ക് കുട്ടികളായിട്ട് നന്നായി ഇൻട്രാക്ട് ചെയ്തു. കുട്ടികൾക്കൊരു സ്പോർട്സ് കിറ്റ് അദ്ദേഹം നൽകി. നല്ല ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയപ്പോഴും അദ്ദേഹം അഭിനന്ദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ശരിയാണ്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്കൂളിൽ വന്നത് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററാണ്. കൃഷ്ണൻകുട്ടി സാർ. അതിന് മുന്നത്തെ വർഷം പ്രൊഫസർ രവീന്ദ്ര മാഷ് നേരിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വന്നു. ഞങ്ങളുടെ വാർഷികം, എല്ലാ വർഷവും വാർഷികം ഞങ്ങൾ നടത്തും. വാർഷികത്തിൻ്റെ അന്ന് നമ്മുടെ 2 MLA-മാരും, ഉണ്ണിയേട്ടനും ശശിയേട്ടനും, ഒറ്റപ്പാല MLA ശ്രീ P. ഉണ്ണിയും ഷൊർണൂർ MLA ശ്രീ PK ശശിയും അവിടെ പങ്കെടുക്കാറുണ്ട്. ഈ വാർഷികാഘോഷത്തിൽ വെച്ച് ഒരുപക്ഷെ അതും ഞങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ്, മറ്റൊരു സ്കൂളിലും കാണാത്തതാണ്. കാരുണ്യ എന്ന പേരിലൊരു പദ്ധതി അവിടെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ നിരാലംബരായ, നിരാശ്രരായ നിരവധി ആളുകളുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്.
സർക്കാർ കുറേ സംവിധാനങ്ങളൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര സഹായം കിട്ടിയാലും അവർക്ക് മതിയാവില്ല. കാരണം അത്രയും വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ്. അതെ. കുഞ്ഞു മനസ്സുകളിൽ സഹജീവികളോടുള്ള സ്നേഹവും അനുകമ്പയും ആർദ്രതയും ഒക്കെ ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യതയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് മനുഷ്യത്വത്തിനൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും തീരെ വില കൽപ്പിക്കാത്ത ഒരവസരങ്ങളൊക്കെ നമ്മൾ ധാരാളം കാണാറുണ്ടല്ലോ. പ്രൈമറി ക്ലാസ്സുകൾ 5-6 ക്ലാസ്സുകളിലാണ് ഒരു ആളുടെ സ്വഭാവ രൂപീകരണം പറ്റിയ സമയം. തീർച്ചയായും. അപ്പോൾ ആ സമയത്ത് തന്നെ സഹജീവികളോടുള്ള ഈ സ്നേഹമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിലെ നേരത്തെ സൂചിപ്പിച്ച ആളുകളെ അവരെ പോയി കണ്ട് അവരോട് സംസാരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് കാരുണ്യ. ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ തന്നെ മുൻകൈയെടുത്ത് ഫണ്ട് ശേഖരിക്കും. അവരെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് ഫണ്ട് ശേഖരിക്കുക. ചെറിയ ചെറിയ 5 റുപ്യയും 10 റുപ്യൊക്കെ ആയിട്ട്. ഇത് സ്കൂളിൽ എല്ലാ കുട്ടികളോടും ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ വർഷം 1.5 ലക്ഷം രൂപ പിരിച്ചെടുത്തു. കുട്ടികൾ മുഖേന തന്നെ പിരിച്ചെടുത്തു. ഈ പൈസ ഉപയോഗപ്പെടുത്തി ഈ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് നമ്മുടെ കുട്ടികൾ തന്നെ അവരെ പോയി കാണും, കണ്ട് സംസാരിക്കും. ചില ആൾക്ക് കട്ടിലുണ്ടാവില്ല, നിലത്ത് കിടക്കുന്നവരുണ്ടാവും, കട്ടില്. അതേപോലെ തന്നെ കുറേ കാലമായിട്ട് വയ്യാതെ കിടക്കുന്ന ആളുകളാണെങ്കിൽ ശരീരത്തിലൊക്കെ വ്രണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അവർക്ക് എയർ ബെഡോ വാട്ടർ ബെഡ്, അതേപോലെ തന്നെ ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് ഡയാലിസിസ് കിറ്റുകൾ, പിന്നെ വാക്കർ, വീൽ ചെയറുകളൊക്കെ കൊടുത്തു. ഇങ്ങനെ ഈ പണം ഉപയോഗിച്ച് ഇവർക്ക് എന്താണോ ആവശ്യം ആ സാധനങ്ങളാണ് കൊടുക്കൽ. ഈ സാധനങ്ങൾ കൊടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാർഷികാഘോഷത്തിൻ്റെ ചടങ്ങിലാണ് ഈ പ്രധാനപ്പെട്ട വ്യക്തികളെ കൊണ്ടുവന്ന് കൊടുപ്പിക്കാനും കഴിയാറുള്ളത്. തീർച്ചയായും അതൊരു വലിയ കാര്യമാണ്, ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. നിരാലംബരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു വിദ്യാഭ്യാസ സ്ഥാപനം, ചെറിയ പ്രാഥമിക സ്റ്റേജിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം UP സ്കൂളാണ്. അത് വളരെ ഒരു നന്മയുള്ള പ്രവർത്തനം, തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ മാഷിപ്പോൾ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡൻ്റാണ്. ഈ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ ഭവന നിർമ്മാണ മേഖലയിലും അല്ലെങ്കിൽ നിർമ്മാണമോ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളും വളരെ സജീവമായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രസിഡന്റ്? ഞാൻ സഹകരണ രംഗത്ത് മാത്രമല്ല, ഒരു കൂട്ടിച്ചേർക്കാം, താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ മെമ്പറുമാണ്. അതെ, താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ്റെ ഡയറക്ടറാണ്. 10 വർഷക്കാലം കുലിക്കിലേട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണപുരം ഭവന നിർമ്മാണ സംഘത്തിൻ്റെ പ്രസിഡന്റാണ്. ഈ സഹകരണ മേഖലയിൽ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ എല്ലാ വിഭാഗം ആളുകളുടെയും കൂട്ടായ്മയോടുകൂടി സഹകരണം എന്ന വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ ചെറിയ തോതിലെങ്കിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഭവന സഹകരണ സംഘം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ഈ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് അതിർത്തിയിൽ ആളുകൾക്ക് വീട് ലഭ്യമാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള വായ്പ നൽകുന്നൊരു സ്ഥാപനം എന്ന നിലയ്ക്ക് ആവശ്യക്കാർക്കൊക്കെ വീട് വയ്ക്കുന്നതിനുള്ള വായ്പ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട് വയ്ക്കുന്നതിനുള്ള വായ്പ മാത്രമല്ല, കുറച്ച് വൈവിധ്യവൽക്കരണവും നടക്കാറുണ്ട്. ഗൃഹോപകരണ പദ്ധതി, ഇപ്പോൾ ഓൺലൈൻ കമ്പ്യൂട്ടർ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ലാപ്ടോപ്പുകൾ, അതിനുള്ള വായ്പ കൊടുക്കൽ, അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗ്ഗങ്ങൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ മേഖലയിൽ വളരെയധികം ഇപ്പോൾ കുലിക്കിലിയാട് സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കുലിക്കിലിയാട് സർവീസ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ കുലിക്കിലേട് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി 10 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ നേരത്തെ വലിയ പ്രയാസത്തിൽ, പൊതുവെ ഒരു വിഭാഗം സഹകരണ ബാങ്കുകളൊക്കെ പ്രയാസത്തിൽ പോയിരുന്നൊരു കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നല്ല നിലയിൽ ആ ബാങ്കിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല കെട്ടിടങ്ങൾ, പുതുതായിട്ട് ബ്രാഞ്ചുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രസിഡന്റാവും ഞാൻ അവിടെ ജീവനക്കാരനായിട്ട് വന്നിരുന്നത്. അപ്പോൾ നന്നായി ബ്രാഞ്ചുകളൊക്കെ സ്ഥാപിച്ച് ഒരു വില്ലേജിലാണെങ്കിലും ഹെഡ് ഓഫീസ് ഉൾപ്പെടെ 4 സ്ഥാപനങ്ങൾ ഇപ്പോൾ കുലിക്കിലേട് സർവീസ് സഹകരണ ബാങ്കിനുണ്ട്. അപ്പോൾ അതിൻ്റെ വളർച്ചയിലും ഒരു പങ്കുവയ്ക്കാൻ ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രത്യേക രീതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന പല പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. ഈ ദേശീയ വിദ്യാഭ്യാസ നയം, പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അധ്യാപകൻ നിലയ്ക്ക് എന്താ മാഷയുടെ ഒരു കാഴ്ച? ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ ആകെ അട്ടിമറിക്കുന്ന ഒന്നാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബഹുസ്വരതകളുടെ ഒരു രാജ്യമാണല്ലോ. വൈവിധ്യങ്ങൾ ധാരാളമുണ്ട്. ഈ വൈവിധ്യങ്ങളെയൊക്കെ നിരാകരിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ടുള്ള മതേതരത്വവും ജനാധിപത്യവും ഫെഡറലിസവും
ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ നയമാണ് ഇപ്പോൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ജനാധിപത്യവാദികളായ നമ്മുടെ നാട് ഇതുപോലെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും പുതിയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തേ മുന്നോട്ട് പോകാൻ കഴിയും. അതെ, ആ ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ മതേതരത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനം തന്നെയാണ്. അതെ, ജനാധിപത്യ തത്വങ്ങളും സങ്കല്പങ്ങളും ഒക്കെ നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് അനിവാര്യമായിട്ടുള്ളതാണ്. അതെ. അപ്പോൾ അതിനെയൊക്കെ അട്ടിമറിക്കുന്ന രീതിയിലാണ് പുതിയ വിദ്യാഭ്യാസ നയം ഇവിടെ കൊണ്ടുവരുന്നത് എന്നത് വളരെ ഭയാശങ്കകളോടുകൂടി തന്നെ നാം കാണേണ്ട ഒരു കാര്യമാണ്. അതെ, ഈ പൊതു പ്രസ്ഥാനത്തിൻ്റെ ഒരു സാരഥ്യം വഹിക്കുന്ന ആളാണ്. തിരക്ക് ആണ് പലപ്പോഴും ഉള്ളത്. ഞാൻ പലപ്പോഴും വിളിക്കുമ്പോൾ മാഷ് പലപ്പോഴും ഓരോ മീറ്റിങ്ങിലാവും. അപ്പോൾ ഈ തിരക്കുകൾക്കിടയിൽ ഈ സർഗാത്മകമായും കുട്ടികളെ ബന്ധപ്പെട്ടും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും ഈ ഏകോപിപ്പിക്കുന്നതിൽ എത്തരത്തിലാണ് ഇതിനൊക്കെയുള്ള ഒരു സമയം എങ്ങനെയാണ് മാഷ് കാണുന്നത്? ഞാൻ 1984 സർവീസ് കയറിയിട്ടുള്ള ആളാണ്. അതെ അതെ. 36 വർഷം കഴിഞ്ഞു. 36 വർഷത്തെ സേവനം കഴിഞ്ഞു. ഈ വർഷം ഞാൻ വിരമിക്കും. ശരി. ഈ ഏപ്രിൽ നീണ്ട കാലം 37ാമത്തെ വർഷത്തിൽ വിരമിക്കും. എൻ്റെ നാട്ടിൽ തന്നെയാണ് എൻ്റെ സ്കൂൾ. എൻ്റെ പൊതുപ്രവർത്തനത്തിന് എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഭവങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ വിദ്യാലയത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകുന്നതിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പൊതുമേഖലയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കരുത്തോടെ നമ്മുടെ സ്കൂളിൽ വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയിലുള്ള ആളുകളുടെയും, അത് കക്ഷി രാഷ്ട്രീയ ജാതി വ്യത്യാസങ്ങൾക്കപ്പുറം സ്കൂളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണസദ്യ സംഘടിപ്പിക്കാറുണ്ട്. ഓണസദ്യ സാധാരണ എല്ലാ സ്കൂളുകളിലും ഓണസദ്യ സംഘടിപ്പിക്കും. സ്കൂളിൽ കുട്ടികൾക്കാണ് സംഘടിപ്പിക്കുക. പക്ഷേ ഞങ്ങൾ സ്കൂൾ കുട്ടികൾക്കല്ല, സ്കൂൾ കുട്ടികളും പ്ലസ് നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആളുകളെയും 2000 പേരാണ് സാധാരണ ഞങ്ങളുടെ ഒരു ഓണസദ്യയിൽ പങ്കെടുക്കുന്നത്. വലിയ ഒരാഘോഷം എന്നുള്ള നിലയ്ക്ക് തന്നെ ഓണസദ്യ ഒരു വശത്ത് നടക്കും. കുട്ടികളെയും നാട്ടുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഓണ കളികൾ അത് ഗ്രൗണ്ടിൽ നടക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ വർഷം IM വിജയം വന്നു. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് നല്ല ആവശ്യം ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു അനുഭവം കഴിഞ്ഞ ഓണാഘോഷ സമയത്തുണ്ടായി. അട്ടപ്പാടിയിൽ കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് ഒരു ഊരിൽ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഉൾപ്പെടെ കുടുംബം അകപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവരെ റോപ്വേയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ കുമരമുത്തൂരിനുള്ള അഗ്നിശമന സേനാംഗങ്ങൾ അവരെ ഞങ്ങൾ സ്കൂളിലേക്ക് വിളിച്ച് ആദരിച്ചു. അവർക്കും അത് വലിയൊരു അംഗീകാരവും അനുമോദനം. കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും പോലീസുകാരെയും ഫയർഫോഴ്സുകാരെയൊക്കെ ആൾക്കാരൊന്നും അംഗീകരിക്കാറില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ചീത്ത പറയാറുള്ളൂ. അപ്പം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ലവരെ അംഗീകരിക്കുക, മാതൃകയാവുക. തീർച്ചയായും. അപ്പം നല്ലത് കണ്ടാൽ അതിനെ അംഗീകരിക്കണം എന്നൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാകാൻ ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നന്മ മനസ്സുകളാണ് സ്വാഭാവികമായിട്ടും. ഇപ്പോൾ അങ്ങയുടെ ഭാര്യ സുനിത അരിയൂർ GMLP സ്കൂളിലെ ടീച്ചറാണ്. 2 മക്കളാണ്. മൂത്താള് അർജുൻ M. അർജുൻ ഷാർജയിലാണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മോള് ആർദ്ര പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഫൈനൽ ഇയർ മാത്സിന് പഠിക്കുകയാണ്. പ്രാഥമിക സ്കൂളിലെ SVAUP സ്കൂളിലെ അധ്യാപകനായ ശ്രീ മോഹനൻ മാഷോടാണ് കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. പടവുകളിലാണ് അദ്ദേഹം എത്തിയിട്ട് വേറിട്ട പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡൻറ്റ് എന്ന നിലയിലും തൻ്റെ ഗ്രാമത്തിലെ കുലിക്കിളിയാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ 10 വർഷക്കാലം പ്രസിഡൻ്റായിരുന്നപ്പോഴും എല്ലാം ജനകീയനായി ഇടപെടുകയും പാർശ്വവൽകൃതരെയും നിരാലംബരെയും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ മോഹനൻ മാഷ്. മോഹനൻ മാഷാണ് പടവുകളിൽ ഇവിടെ ഇത്രയും നേരം സംസാരിച്ചത്. വലിയ നന്ദി, സ്നേഹം. നമസ്കാരം.